നമസ്കാരം. UDF പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര കേരളത്തിൽ യാഥാർത്ഥ്യമാകും. തിരഞ്ഞെടുപ്പിന് മുൻപ് നൽകിയ വാഗ്ദാനം ഇപ്പോൾ അധികാരത്തിലെത്തി യാഥാർത്ഥ്യമായി മാറുന്നു. പക്ഷേ ചോദ്യം ഇതാണ്: ഇത് ജനക്ഷേമ രാഷ്ട്രീയമാണോ അതോ സാമ്പത്തികമായി കേരളത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളുന്ന അപകടകരമായ പരീക്ഷണം? സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരത്തിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ വാഗ്ദാനം നടപ്പിലാക്കാൻ നീങ്ങുന്നതോടെ അഭിനന്ദനവും വിമർശനവും ഒരുപോലെ ഉയരുന്നു. UDF പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും ലഭ്യമാകുക. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കർണാടക, പഞ്ചാബ്, തെലങ്കാന, ആന്ധ്ര എന്നിവിടങ്ങളിൽ സ്വദേശികളായ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയപ്പോൾ പ്രത്യേക കാർഡുകൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ കേരളത്തിൽ ഇതില്ലാതെ സൗജന്യ യാത്ര അനുവദിക്കും. തമിഴ്നാട്ടിലും ഇതേ മാതൃകയാണ്. സംസ്ഥാനത്താകെ 4700ഓളം KSRTC ബസ്സുകളാണുള്ളത്. ഇതിൽ 3000ഓളം ഓർഡിനറിയാണ്. ഇതിൽ 300 സിറ്റി ഫാസ്റ്റുകൾ ഒഴികെയുള്ള ബസ്സുകളിലാകും സൗജന്യ യാത്ര. 1400 സൂപ്പർ ക്ലാസുകളും 300 ഫാസ്റ്റുകളും ഉണ്ട്. നിലവിൽ ഒരു ഓർഡിനറി ബസ്സിൽ ദിവസം 700 മുതൽ 1000 വരെ പേരാണ് യാത്ര ചെയ്യുന്നത്. പ്രവർത്തന ചെലവ് കൂടിയ ഡീസൽ ബസ്സുകൾ ഉപയോഗിച്ച് സൗജന്യ യാത്ര അനുവദിക്കുന്നത് പ്രായോഗികമല്ല. ഇലക്ട്രിക് ബസ്സുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പദ്ധതികളുണ്ട്. രണ്ടാം പിണറായി സർക്കാർ ഇത് പ്രയോജനപ്പെടുത്തിയിരുന്നില്ല. സൗജന്യ യാത്ര നടപ്പിലാക്കിയാൽ മാസം 90 കോടിയോളം രൂപ അധിക ബാധ്യതയുണ്ടാകും. നിലവിൽ ശമ്പളത്തിന് 50 കോടിയും പെൻഷന് 80 കോടിയും സർക്കാർ നൽകുന്നുണ്ട്. ഇന്ധനവില വർധന മൂലം മാസം 3 കോടിയുടെ അധിക ബാധ്യതയും ഉണ്ടാകും. സൗജന്യ യാത്ര കൂടിയാകുമ്പോൾ 220 കോടി നൽകേണ്ടി വരും. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ കുടുംബാംഗങ്ങളായ പുരുഷന്മാരും യാത്ര ചെയ്യുമെന്നും ഇത് അധിക വരുമാനം ഉണ്ടാക്കുമെന്നുമാണ് KSRTC കരുതുന്നത്. സാമൂഹ്യമായി നോക്കുമ്പോൾ ഈ പദ്ധതിക്ക് ശക്തമായ ഒരു പോസിറ്റീവ് വശമുണ്ട്. സാധാരണ കുടുംബങ്ങളിൽ മാസവരുമാനത്തിന്റെ വലിയൊരു ഭാഗം യാത്രാ ചെലവിനാണ് പോകുന്നത്. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും ചെറുകിട തൊഴിൽ മേഖലയിലുള്ളവർക്കും ഇത് വലിയ ആശ്വാസമാകാം. തമിഴ്നാട്ടിലും കർണാടകയിലും സമാന പദ്ധതികൾ നടപ്പിലാക്കിയതിനു ശേഷം സ്ത്രീകളുടെ പൊതുഗതാഗത ഉപയോഗം വർദ്ധിച്ചുവെന്ന വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കൂട്ടാനും സാമ്പത്തിക സഞ്ചാരം വർദ്ധിപ്പിക്കാനും ഇത്തരത്തിലുള്ള പദ്ധതികൾ സഹായിക്കുമെന്നാണ് പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. പക്ഷേ കേരളത്തിന്റെ സാമ്പത്തിക യാഥാർത്ഥ്യം അത്ര ലളിതമല്ല. ഇതിനകം തന്നെ വൻ കടബാധ്യതയും ശമ്പള പെൻഷൻ പ്രതിസന്ധിയും നേരിടുന്ന സംസ്ഥാനമാണ് കേരളം. അതിനു മുകളിൽ വർഷങ്ങളായി നഷ്ടത്തിലോടുന്ന KSRTC ഇത്തരമൊരു സ്ഥാപനത്തിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയാൽ നഷ്ടം കൂടുതൽ ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സർക്കാർ കൃത്യമായി സബ്സിഡി നൽകാതിരുന്നാൽ KSRTC വീണ്ടും ഗുരുതര സാമ്പത്തിക തകർച്ചയിലേക്ക് പോകാമെന്ന ആശങ്കയും ശക്തമാണ്. ഇവിടെയാണ് പ്രധാന ചർച്ച ഉയരുന്നത്. ഇത് കോൺഗ്രസിന്റെ കാര്യക്ഷമതയാണോ പിടിപ്പുകേടാണ്? ഒരു വിഭാഗം പറയുന്നത് UDF വളരെ ശക്തമായ രാഷ്ട്രീയ കണക്കുകൂട്ടലോടെയാണ് നീങ്ങുന്നത് എന്നതാണ്. സ്ത്രീ വോട്ടർമാരെ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു പദ്ധതി തിരഞ്ഞെടുപ്പിൽ നിർണായകമായി പ്രവർത്തിച്ചുവെന്നും ഇപ്പോൾ അതിവേഗം നടപ്പാക്കുന്നത് വാഗ്ദാനം പാലിക്കുന്ന സർക്കാർ എന്ന ഇമേജ് സൃഷ്ടിക്കാനാണെന്നും അവർ വിലയിരുത്തുന്നു. രാഷ്ട്രീയമായി അത് കോൺഗ്രസിന്റെ കാര്യക്ഷമത തന്നെയാണ്. എന്നാൽ മറുവശത്ത് വിമർശനം ശക്തമാണ്. സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള ഒരു സംസ്ഥാനത്ത് വരുമാന മാർഗങ്ങൾ ഉറപ്പിക്കാതെ ഇത്തരമൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് ഉത്തരവാദിത്വ കുറവാണ് എന്ന് വിമർശകർ ശക്തമായി പറയുന്നുണ്ട്. ജനക്ഷേമം എന്ന പേരിൽ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിച്ച് പിന്നീട് നികുതി വർധനയിലേക്കോ ടിക്കറ്റ് നിരക്ക് കൂട്ടലിലേക്കോ പോകേണ്ടി വരുമോ എന്ന ആശങ്കയും ഉയരുന്നു. അതേസമയം മറ്റൊരു വസ്തുതയുമുണ്ട്. സർക്കാർ എന്നത് ലാഭത്തിനായി മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല. പൊതുഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സാമൂഹ്യ നിക്ഷേപം നടത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തെ മുഴുവൻ ഫ്രീബി രാഷ്ട്രീയം എന്ന് മാത്രം തള്ളിക്കളയാനും കഴിയില്ല. പക്ഷേ പദ്ധതിയുടെ വിജയവും പരാജയവും ഒരൊറ്റ കാര്യത്തിൽ നിൽക്കുന്നു: നടപ്പാക്കൽ. വരുമാന നഷ്ടം എങ്ങനെ നികത്തും? സ്വകാര്യ ബസ്സുകൾക്ക് ബാധകമാകുമോ? ദുരുപയോഗം എങ്ങനെ തടയും? KSRTCയുടെ നിലവിലെ സാമ്പത്തിക ഘടന എങ്ങനെ സംരക്ഷിക്കും? ഇതിന് വ്യക്തമായ ഉത്തരമില്ല എങ്കിൽ ഈ പദ്ധതി വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകാനുള്ള സാധ്യത വിദൂരമല്ല. ജനക്ഷേമവും സാമ്പത്തിക ഉത്തരവാദിത്വവും തമ്മിൽ ശരിയായ തുലനം കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇത് കോൺഗ്രസിന്റെ വലിയ വിജയമാകും. പക്ഷേ കണക്കുകൂട്ടലില്ലാതെ മുന്നോട്ട് പോയാൽ ജനപ്രീതി രാഷ്ട്രീയം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിയെന്ന വിമർശനം ഭാവിയിൽ ശക്തമാകാനും സാധ്യതയുണ്ട്.